ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എത്ര എളുപ്പത്തിലാണ് ഒരു ലൈറ്റ് കത്തുന്നത് അല്ലേ? എന്നാൽ അത്രയേറെ എളുപ്പമുള്ള ഒരു ഫീൽഡല്ല ഈ ഇലക്ട്രിക്കൽ ടെക്നിക്കൽ ഫീൽഡ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു ലൈറ്റും ഒരു സ്വിച്ചും മാത്രമേ കാണത്തുള്ളൂ. അത് രണ്ടും അവിടെ പ്ലേസ് ചെയ്യുന്നതിന് ഒരു ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? മുകളിലുള്ള സൂര്യനോടും താഴെയുള്ള മണ്ണിനോടും നന്നായിട്ട് പടപൊരുതിയിട്ടാണ് ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത് അവർ. ഒരു ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ഹാർഡ് വർക്കർ മാത്രമല്ല, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരായിരിക്കണം, പ്ലാൻ കൊണ്ട് ഡിസൈൻ ചെയ്യുന്നവരായിരിക്കണം, സേഫ്റ്റി കൊണ്ട് അവന്റെ ഉപഭോക്താക്കൾക്ക് അവൻ രക്ഷകനാവുകയും വേണം. ചുരുക്കി പറഞ്ഞാൽ ഒരു ഇലക്ട്രീഷ്യൻ ആവുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കഷ്ടപ്പെടാനുള്ള മനസ്സും ആരോഗ്യവും ഉണ്ടാവണം, ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവണം, മുൻകൂട്ടി ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ചെയ്യുന്നത് ഒരു ജോലി മാത്രമല്ല, ഒരു വലിയ സേവനം കൂടിയാണ്. നമ്മൾ ഇറങ്ങിത്തിരിച്ച വഴി ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്, ബുദ്ധിമുട്ടുകളുള്ളതാണ്, പ്രയാസങ്ങളുള്ളതാണ്. എന്നാലും പാതി വഴിയെ വിട്ടുപോകരുതേ.